ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോർഷനിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൈനറി ഇക്വലന്റ് ഓഫ് A16 ഈസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്നതിന്റെ റാഡിക്സ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഹെക്സാഡെസിമൽ നമ്പർ കൺവേർട്ട് ടു ബൈനറി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡെസിമൽ നമ്പർ ആയിട്ടുള്ള 10നെയാണ്. ഈ 10 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 8421 കോഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. 10ന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എന്താണ്? 8ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, 0 കൊടുക്കുക, ദെൻ 1 കൊടുക്കുക, 0 കൊടുക്കുക. ഇതാണ് ഇവിടെ നമ്മുടെ എക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി റെപ്രസെന്റേഷൻ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1010 ആണ് ആൻസർ. നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പറിൽ 10 മുതൽ 15 വരെ ഉള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 15 വരെയുള്ള നമ്പേഴ്സ് 10 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എ ആയിരിക്കും, 11ന് ബി ആയിരിക്കും, 12ന് സി ആയിരിക്കും, 13ന് ഡി ആയിരിക്കും, 14ന് ഇ ആയിരിക്കും, 15ന് എഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എ ആണ്. 10 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി റെപ്രസെന്റേഷൻ 1010 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈനറി നമ്പർ സിസ്റ്റം യൂസസ് ഡാഷ് സിംബൽസ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബൈനറി നമ്പർ സിസ്റ്റം എത്ര സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 0യും 1ഉം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി 2 ആണ് ആൻസർ. ഇവിടെ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 8 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നത്. 0 to 7 വരെ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിലെ 10 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. 10 സിംബൽസ് യൂസ് ചെയ്യുന്നത് അത് 0 to 9 ആയിരിക്കും. അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്താണെങ്കിൽ 0 മുതൽ 15 വരെ 16 സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നത്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The binary number 1111 corresponding to dash hexadecimal number. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബൈനറി നമ്പർ 1111 എന്ന് പറയുന്നത് ഹെക്സിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 4 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് 8421 കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? 8421 കൊടുക്കുമ്പോൾ നമുക്കറിയാം 111 എന്ന് പറയുന്നത് 15 ഇക്വലന്റ് ആയിരിക്കും. 1111 നമുക്ക് 8 + 4 + 2 + 1 ചെയ്യുമ്പോൾ 15 കിട്ടും. സോ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1111നെ 15 എന്നാണ് കിട്ടുക. ഡെസിമൽ നമ്പർ 15 എന്ന് പറയുന്നത് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ഇനി നോക്കേണ്ടത്. നമുക്കറിയാം 10, 11, 12, 13, 14, 15. ഇതിൽ 10നെ ഹെക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എ, 11നെ ബി, 12നെ സി, 13നെ ഡി, 14നെ ഇ, then 15നെ എഫ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എഫ് ആണ് വരിക. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺവേർട്ട് ദ ബൈനറി നമ്പർ 10111010 എന്ന് പറയുന്നത് ഒരു ബൈനറി നമ്പർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദെൻ ഇതിനെ ഹെക്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 16 റാഡിക്സ് ആയിട്ട് വരുന്നതാണ് ഹെക്സ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം 4 ബിറ്റ് ബൈനറി റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ നമ്പറിനെ 4 ബിറ്റിന്റെ ഗ്രൂപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്നും 4 ബിറ്റ് ഡിവൈഡ് ചെയ്യുക. ദെൻ ഇവിടേക്ക് 4 ബിറ്റ് കൊടുക്കുക. ഇവിടെ 4 ബിറ്റ് ഇല്ല, 3 ബിറ്റ്സേ ഉള്ളത് കൊണ്ട് നമ്മളൊരു 0 ആഡ് ചെയ്യുന്നു. ദെൻ 8421 കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഡെസിമലിലേക്ക് ആക്കുകയാണ്. ഇവിടെ നമുക്കറിയാം 41. ദെൻ ഈ നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഈ നമ്പർ എന്ന് പറയുന്നത് 82, 10 ആയിരിക്കും. 10 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് നമ്പർ ഏതാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എ എന്ന് പറയുന്ന നമ്പറാണ് ഹെക്സിൽ 10 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 5A ആണ്. 5A ആണ് ഇവിടുത്തെ ആൻസർ. 10110110 എന്നുള്ള നമ്പറിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ 5A ആണ്. ഇവിടെ ഓപ്ഷൻ എ 5A ആണ് ആൻസർ. Moving on to the next question. When subtract 10 binary from 11 എന്ന് പറയുന്ന ബൈനറി നമ്പറിൽ നിന്നും 10 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരിക എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ബൈനറി സബ്ട്രാക്ഷൻ ആണ്. 1110. ഇതിൽ നമ്മൾ നോക്കുക, ബൈനറി സബ്ട്രാക്ഷനിൽ 1 - 0 എന്ന് പറയുന്നത് 1 ആണ്. 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 01 എന്നുള്ള നമ്പർ ആണ് കിട്ടുക. 01 ഇത് ബൈനറി ആണ്. അപ്പോൾ 01 എന്ന് പറയുന്ന ബൈനറി
റാഡിക്സ് 2. അപ്പൊ 0 1 എന്ന് പറയുന്നതിന് നമുക്ക് 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ റാഡിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1 റാഡിക്സ് 2 ഇതാണ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 0.0625. ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ. അപ്പൊ ഇത് ഡെസിമൽ നമ്പർ ആണ്. ഇതിനെ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറി നമ്പറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സക്സസീവ് ഡിവിഷനും സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും ആണ് യൂസ് ചെയ്യുക. ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും എനി നമ്പർ സിസ്റ്റം ടു ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊസിഷണൽ വെയിറ്റ് കൊണ്ടാണ്, പൊസിഷണൽ വെയിറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് കൺവേർഷൻ നടത്തുന്നത്. പൊസിഷണൽ വെയിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നമ്പർ ഡിജിറ്റിന്റെയും പൊസിഷൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമൽ ടു എനി നമ്പർ സിസ്റ്റം കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും സക്സസീവ് ഡിവിഷനുമാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 0.0625 എന്നാണ്. ഈ ഒരു ഡെസിമൽ പോയിന്റിന് റൈറ്റ് സൈഡിലേക്കുള്ള നമ്പേഴ്സിന്റെ കൺവേർഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സക്സസീവ് മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഈ ഡെസിമൽ പോയിന്റിന് ലെഫ്റ്റ് മോസ്റ്റിലേക്ക് വരുന്നതിന് കൺവേർഷൻ യൂസ് ചെയ്യുന്നത് സക്സസീവ് ഡിവിഷനുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സക്സസീവ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 0 ആണ്. സോ ആൻസറിൽ 0 തന്നെ ആയിരിക്കും തുടക്കം. ദെൻ 0.625 എന്നുള്ള നമ്പറിനെയാണ് കൺവേർഷൻ നടത്തേണ്ടത്. ഇത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആയതുകൊണ്ട് ബൈനറിയുടെ റാഡിക്സ് ആയിട്ടുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ വരിക? 0.5210 ഇങ്ങനെ കിട്ടും. അപ്പൊ ഇവിടെ ആൻസർ കോഷ്യന്റ് വന്നിരിക്കുന്നത് 0 ആണ്. ദെൻ ആ 0 ഇവിടെ എടുത്ത് എഴുതുക. ദെൻ ഇൻറ്റു 2 ഒന്നുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0.0520 ഇങ്ങനെ കിട്ടും. അപ്പൊ അവിടെയും നമ്മൾ കോഷ്യന്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ദെൻ ഇനി മൾട്ടിപ്ലൈ ചെയ്യുക 2 കൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 0.050 ഇങ്ങനെ കിട്ടും. ദെൻ 2 കൊണ്ട് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യുക. കോഷ്യന്റ് ഇവിടെ എടുത്ത് എഴുതുക. ദെൻ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.1 ഇതുവരെ കിട്ടും. എന്നിട്ട് കോഷ്യന്റ് ഇവിടെ എടുത്ത് എഴുതുക. കോഷ്യന്റ് എടുത്ത് എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ കോഷ്യന്റ് ഒഴിവാക്കിക്കൊണ്ട് 0.00 ഇൻറ്റു 2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 0 തന്നെ വരും. അപ്പൊ ഇവിടെ വെച്ചിട്ട് നിർത്താം. എന്നിട്ട് നമ്മൾ അപ് ടു ഡൗൺ, മുകളിൽ നിന്ന് താഴേക്കാണ് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ 0001 ഇങ്ങനെയാ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 0.0001 ആയിരിക്കും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 0.0625 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 0.0001 ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, Click. Focus on what really matters.